ഫോറസ്റ്റിനകത്ത് കൂടെ പോകുന്നത് പോലെയുണ്ട്. പക്ഷെ ഇവൻ ഒറ്റയ്ക്കാണല്ലോ വരുന്നത്, ഇവന്റെ കൂടെ ആരുമില്ല. ഇവനെ കണ്ടോ ഒരു സിംഹത്തിനെ പോലെയുണ്ട് ഗൈസ്, കണ്ടോ? ഒരാൾ അവിടെ എന്നെ ഇങ്ങനെ തുറിച്ചു നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ആളെ ഞാൻ കാണിച്ചു തരാം. ഇവിടുത്തെ വെയിലിന് ഒരു ചൂടും ഇല്ലാത്ത വെയിലാ. അപ്പോ നടക്കുന്നത് ഒരു ഡോഗുമായിട്ട് വേറൊരു ചേട്ടൻ വരുന്നുണ്ട്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. പിന്നെ എന്നൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ വലിയ തിരക്കേടില്ലാതെ അങ്ങനെ അങ്ങ് പോകുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണേ. ശരിക്കും പറഞ്ഞാൽ എനിക്കും ഉണ്ടായിരുന്നു ഇങ്ങനൊരു ഡൗട്ട് നാട്ടിലുണ്ടായിരുന്ന സമയത്ത് കേട്ടോ. UK വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് എല്ലാം കിട്ടി, എല്ലാം ഇങ്ങോട്ട് വരാനുള്ള കാര്യങ്ങളെല്ലാം റെഡി ആയിരിക്കുമ്പം ഞാനും വിചാരിച്ചു ഇവിടെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ കിട്ടുമോ. ഇപ്പം നാട്ടിൽ നമ്മൾ നല്ല മീൻകറിയും ചിക്കൻ കറിയൊക്കെ കൂട്ടി ചോറുണ്ട സ്ഥാനത്ത് ഇവിടെ വന്നിട്ട് നമ്മൾ എന്തായിരിക്കും കഴിക്കുക, എങ്ങനെയായിരിക്കും നമുക്ക് സാധനങ്ങളൊക്കെ കിട്ടുമോ എന്നൊക്കെ ഉള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ താമസിക്കുന്ന ഈ സ്ഥലത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു 3 ഏഷ്യൻ സ്റ്റോർ ഉണ്ട് ഈ പറഞ്ഞ പോലെ. അപ്പോൾ ഇന്ന് നമുക്ക് അതിൽ ഒരു ഏഷ്യൻ സ്റ്റോറിൽ പോവാവേ. ഭയങ്കര തണുപ്പുണ്ട്, നല്ല കിടകിട വെറുക്കുന്നുണ്ട് എനിക്ക്. പക്ഷേ വെയിലുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇവിടുത്തെ വെയിലിന് ഒരു ചൂടും ഇല്ലാത്ത വെയിലാണ്. അപ്പോ നടക്കുന്നത് ഇത് കണ്ടോ ഗൈസ്, ഇങ്ങനെ പച്ച വിരിച്ച ഒരു മൈതാനമാണ് നമ്മുടെ പുറകിൽ കാണുന്നത്. നല്ല ഭംഗിയാണ് കാണാൻ, എന്ന് വെച്ചാൽ സൂപ്പർ. എത്രത്തോളം വീഡിയോയിൽ അത് വിസിബിൾ ആണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. പക്ഷേ ഇങ്ങനെ നടക്കാനും ഒക്കെ നല്ല രസമുണ്ട്. ഈ മരങ്ങൾ കണ്ടോ, ഇല മുഴുവനും പൊഴിഞ്ഞ് നിൽക്കുന്ന മരങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ നടക്കാൻ എന്താ രസം, നല്ല ഭംഗി. തണുപ്പില്ലായിരുന്നെങ്കിലുണ്ടല്ലോ നമുക്ക് കുറച്ചും കൂടി ഒന്ന് ആസ്വദിക്കാമായിരുന്നു. പക്ഷെ തണുപ്പുള്ളതുകൊണ്ട് നമുക്ക് കൈയൊക്കെ ശരിക്കും മരച്ചു. എൻ്റെ ഇത് കണ്ടോ, ഞാൻ വന്ന ആ വഴി നോക്കി, നല്ല രസമുണ്ട്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ്. ഇവിടെ എന്തൊക്കെയോ പണി നടക്കുമെന്ന് തോന്നുന്നു, എന്തൊക്കെയോ കളച്ച് മറച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. നോക്കൂ, ഇത് കണ്ടോ, ഇവിടെയൊക്കെ ഇങ്ങനെ മണ്ണൊക്കെ എടുത്തിട്ടേക്കുവാ. തോന്നുന്നു ഇവിടെ എന്തോ പണി നടക്കുമെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും തിരിച്ചു പോവാം. ഓ മൈ ഗോഡ്, നമുക്ക് തിരിച്ചു പോവാം. പക്ഷേ ഒരാളിവിടെ ഇതുണ്ടോ, ഒരാളിവിടെ കളിക്കുന്നുണ്ട്. ഹൈ ഹൈ, അവൻ ആ ബോളും തട്ടി കൊണ്ടുപോയി. കണ്ടോ, നോക്കി. ഹലോ, കണ്ടോ, പുള്ളി ഇങ്ങനെ അതിൻ്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുക. കണ്ടോ, അതാണെങ്കിൽ അപ്പുറത്തോട്ട് പോകുന്നു, ഇപ്പുറത്തോട്ട് പോകുന്നു. ഓക്കെ, ഇവിടെ അങ്ങനെയാണ്. ഇവിടെ ആളുകൾ ഇങ്ങനെ ഇഷ്ടമാണ് ഇവർക്ക്, ഇങ്ങനെ പെറ്റൊക്കെ ഇഷ്ടം പോലെയുള്ള ആൾക്കാർക്ക്. കാരണം ഇവിടെ ഇങ്ങനെ ഓൾഡ് ഏജ് ഒക്കെ ആയി കഴിയുമ്പോഴത്തേനും ഇവരിങ്ങനെ ഒറ്റയ്ക്കൊക്കെ ആയിരിക്കും താമസം. ഹലോ ഗായ്സ്, അപ്പം നമ്മളിപ്പം നമ്മുടെ ഏഷ്യൻ സ്റ്റോറിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ടേ. നമുക്ക് അകത്ത് കയറി നോക്കാം കേട്ടോ എന്തെല്ലാം സാധനങ്ങൾ കിട്ടുന്നേ. ഹലോ, ക്യാൻ ഐ ടേക്ക് എ വീഡിയോ ഓഫ് യുവർ ഷോപ്പ്? യാ, താങ്ക് യു. ഓക്കെ, നമ്മളങ്ങനെ ചെറിയൊരു പെർമിഷനൊക്കെ ചോദിച്ചു. ഇതങ്ങനെ ഒരു പ്രൊമോഷൻ അങ്ങനെ ഒന്നുമല്ല കേട്ടോ. ഞാൻ ഇവിടെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് കരുതി ചെയ്യുന്നൊരു വീഡിയോ ആണേ. അപ്പം നമുക്ക് എവിടെ നിന്ന് തുടങ്ങണം എന്നെനിക്ക് വളരെ ഡൗട്ടുണ്ട്. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ ഈ പൊടികളുടെ സെക്ഷനിലേക്ക് പോവാം. എന്തെല്ലാം അരിപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇല്ലേ, അപ്പോൾ അതൊക്കെ എന്തെല്ലാം കിട്ടുമെന്ന് നോക്കാം കേട്ടോ. ഇത് കണ്ടോ, ഈ ഒരു സെക്ഷനിൽ വന്നപ്പോൾ ഞാൻ കണ്ടതാണ്. ഇത് കണ്ടോ, നമ്മുടെ നാട്ടിലെ ശർക്കര, മറയൂർ ശർക്കര കാണുന്നുണ്ടോ? അതിനകത്ത് മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് മറയൂർ ശർക്കര എന്ന്. ഇഷ്ടംപോലെ ശർക്കരകൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ, മറയൂർ ശർക്കര. ഇനി വേറെ എന്തെല്ലാം സാധനങ്ങൾ നമ്മൾ കിട്ടുമെന്ന് നോക്കാം. ഇതുണ്ടോ, നമ്മുടെ അപ്പം ഇടിയപ്പം പൊടി, അത് ഇൻസർ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ. പിന്നെ വേറെ നമുക്ക് ഇഷ്ടംപോലെ പൊടികളൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ഇവിടെ ഈസി ഉപ്പുമാവ് നേച്ചർ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ, നമ്മളാ കേരള ടേസ്റ്റിൻ്റെ താണ്ടിരിക്കുന്ന സാധനം. ഇടിയപ്പമല്ലോ, ഇഡലിയുടെ പൊടി, ചെമ്പാ പുട്ടുപൊടിയൊക്കെ കാണുന്നുണ്ടോ, മലയാളത്തിൽ എഴുതി വെച്ചേക്കുന്നത് എല്ലാം ഉണ്ട് കേട്ടോ. അജ്മീയുടെ ഉപ്പുമാവ് ഞങ്ങൾ എപ്പോഴും വാങ്ങുന്നതാണ്. നമുക്കിത് കുറച്ച് സാധനം വാങ്ങണം. ഞാൻ ആദ്യം പോയി ഒരു ബാസ്ക്കറ്റ് എടുത്തിട്ട് വരാവേ. എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. അപ്പം നമുക്ക് ആദ്യം ഒരു ബാസ്ക്കറ്റ് എടുത്തിട്ട് സാധനങ്ങൾ തുടങ്ങാം. അപ്പോൾ ഈ ഒരു ഉപ്പുമാവ് റവയ്ക്ക് വരുന്നത് 299 പൗണ്ടാണേ. അത് ഏകദേശം നമ്മുടെ നാട്ടിലെ ഒരു 300 രൂപയോളം വരും കേട്ടോ. അപ്പോൾ ഇത് നമുക്കെടുക്കാം. ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന റാഗി ഇല്ലേ, അത് റാഗി ബോൾ, അതിൻ്റെ ബോളായിട്ടുള്ള ബോൾ റാഗി നമുക്കിവിടെ കിട്ടും. പിന്നെ വേറൊരു സാധനം കാണിക്കട്ടെ, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മറ്റേ വറ്റൽമുളകില്ലേ, കണ്ടിരിക്കുന്ന വറ്റൽമുളക്, കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല, വറ്റൽമുളക്. പിന്നെ ഈ ഒരു ഭാഗത്തിരിക്കുന്നതെല്ലാം ഈ മസാലകളാണ്.
അതായത് ഈ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള, അതായത് നോർത്ത് ഇന്ത്യൻകാർക്കൊക്കെ പറ്റുന്ന ടൈപ്പ് ഓഫ് മസാലകളായത്. അതായത് പക്കോട, ബജ്ജി മിക്സ്, ടിക്ക മസാല, ചിക്കൻ ടിക്ക മസാല, ടിക്ക ഷീ കബാബ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ മസാലകൾ ഈ സൈഡിലിരിപ്പുണ്ട്. നമ്മുടെ നാടൻ മസാലകളെല്ലാം അപ്പുറേ സൈഡിലുണ്ട്. അത് ഞാൻ കാണിച്ചു തരാവേ. ഇത് കണ്ടോ ഗൈസ്, നമ്മുടെ ഉണക്ക ചെമ്മീനാണിത്. ഉണക്ക ചെമ്മീൻ പൊടിച്ച് വെച്ചേക്കുന്നതാണിത്. ഇത് പൊടിഞ്ഞു പോയതാണോ അല്ല, ഇത് ഉണക്ക ചെമ്മീൻ നന്നായിട്ട് പൊടിച്ച് വെച്ചേക്കുവാണിത് കേട്ടോ. അതുവരെ ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഉണക്കമീൻ്റെ ഒരു വലിയൊരു സെക്ഷൻ തന്നെ ഇതുണ്ട്. ഈ ഒരു ഭാഗം മുഴുവനും ഉണക്കമീനാണ് കേട്ടോ. അത് അങ്ങേയറ്റം വരെ ഉണക്കമീൻ്റെ പല പല മീനുകളും ഡ്രൈ ആക്കി വെച്ചേക്കുന്നതാണ്. ഇത് മെയിനായിട്ടും ശരിക്കും പറഞ്ഞാൽ നമ്മൾ മാത്രമല്ല, ഈ ശ്രീലങ്കക്കാരൊക്കെ ഇതൊക്കെയാവും യൂസ് ചെയ്യുന്നത്. ഇത് കണ്ടോ പപ്പടം ഇരിക്കുന്നേ, ഇതെല്ലാം പപ്പടമാണ്. കുഞ്ഞു പപ്പടം, ചെറുത് തൊട്ട് വലുത് വരും പപ്പടം മുഴുവനും ഇരിപ്പുണ്ട് ഇവിടെ. ഇതെല്ലാം പപ്പടം, പല ബ്രാൻഡിൻ്റെ പപ്പടം ഇരിപ്പുണ്ട് ഇവിടെ. പിന്നെ ഇത് കണ്ടോ ഗുരുവായൂർ പപ്പടം, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഗുരുവായൂർ പപ്പടമാണിത്. ഇത് കണ്ടോ പവിഴം, പാലക്കാടൻ വടി മട്ടയരി അതുണ്ട്. നമ്മുടെ അജ്മി റൈസ് ഇരിപ്പുണ്ട്. നല്ലരി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെയും കൂടെ മട്ടയരിയാണ് കേട്ടോ. ഇതെല്ലാം നാട്ടിൽ നിന്ന് വരുമ്പോഴത്തേനും നമ്മൾ മിസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ പൊട്ടെന്ന് പറയുന്നത്. പൊട്ട് തൊടുന്ന ആൾക്കാർക്ക് കേട്ടോ, അതുവരെ ഇവിടെ ഉണ്ടെന്നുള്ളതാണ്. ഇത് നമ്മുടെ വട്ടപ്പൊട്ട്. കഴിച്ച് ഞാൻ വേറൊരു സാധനം കാണിച്ചു തരട്ടെ. കോലുമുട്ടായി കണ്ടോ, കോലുമുട്ടായി ഇരിക്കുന്നുണ്ടോ. വേറൊരു സാധനം കാണിക്കട്ടെ. ഞാൻ പണ്ടിങ്ങനെ വരുമ്പോഴത്തേനും നാട്ടിൽ മിസ് ചെയ്യുന്ന ഒരു സാധനമാണ് നമ്മുടെ ബ്രോക്കൺ മട്ട റൈസ്. അതായത് അതിനെന്താ പറയുക, നുറുക്കരിയോ, പൊടിയേരി എന്ന് പറയില്ലേ, പൊടിയേരിയാണ് കേട്ടോ ഇത്. ഉണ്ടോ, അതുവരെ ഇവിടെ കിട്ടും. ബ്രോക്കൺ മട്ട റൈസ്. ആഹാ, ഇതായിരിക്കും നമ്മുടെ കപ്പ. ഇതുണ്ടോ നമ്മുടെ നാട്ടിലെ കപ്പ ഫ്രോസൺ ആയിട്ട് വരുന്നതാണ് കേട്ടോ. ഡെയിലി ഡിലൈറ്റ്, മെയിനായിട്ട് ഇവിടെ ഡെയിലി ഡിലൈറ്റ് ആകും. പിന്നെ ലോയിലും ഉണ്ട്, അജ്മിയുടെയും ഉണ്ട്. അങ്ങനെ എല്ലാ ബ്രാൻഡിൻ്റെയും കപ്പയാണ് ഇരിക്കുന്നത്. നമുക്കൊരു കപ്പ എനിക്ക് വേണം. ഡെയിലി ഡിലൈറ്റിൻ്റെ ഒരു ഫ്രോസൺ കപ്പ നമ്മൾ എടുക്കുന്നുണ്ട്. ഇതിൻ്റെ പൈസ വരുന്നത്, ഇതിൻ്റെ വില ഇതിനകത്ത് എഴുതിയിട്ടില്ല. നമ്മൾ ലാസ്റ്റ് ബില്ല് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. നമ്മുടെ പൊറോട്ട ഇരിക്കുന്നത്, ഇതാണ് പൊറോട്ട ഇരിക്കുന്നത്. ഇഷ്ടംപോലെ പൊറോട്ടകൾ ഇരിപ്പുണ്ട് കേട്ടോ ഇന്നിവിടെ. പിന്നെ സ്റ്റഫ്ഡ് റൊട്ടി ഇരിപ്പുണ്ട്. പിന്നെ ഇവിടെ കൊത്തു പൊറോട്ട, അതുകൊണ്ടോ കൊത്തു പൊറോട്ട നാട്ടിലെ അതിരിപ്പുണ്ട് ഇവിടെ. ഈ ഫ്രോസൺ ഐറ്റംസിലേക്കായിരിക്കും ഞാൻ ആദ്യം വരാം കേട്ടോ ഈ കടയിൽ വന്നു കഴിയുമ്പോഴത്തേനും. കാരണം എനിക്കിങ്ങനെ ഈ ഇച്ചിരി പൊറോട്ട, പിന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന നാടൻ ഐറ്റംസൊക്കെ വാങ്ങാനായിട്ട് ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ ഗ്രേറ്റഡ് കോക്കനട്ട് ഇതിനകത്തുണ്ട്. നമുക്കിപ്പം അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാനത് എടുക്കുന്നില്ല കേട്ടോ. ഇത് കണ്ടോ ഗൈസ്, നമ്മൾ നാട്ടിൽ ഈ വിളക്ക് കത്തിക്കത്തില്ലേ, വിളക്ക് കത്തിക്കുമ്പോൾ ഉപയോഗിക്കുന്ന തിരിയില്ലേ, അതുവരെ ഇവിടെ ഉണ്ടെന്നുള്ളതാണ്. ഇത് കണ്ടോ ഓരോ തിരികൾ, ചന്ദനത്തിരികളില്ലേ, നമ്മുടെ എന്താ പറയുക, ഈ കത്തിക്കുന്ന ചന്ദനത്തിരി അല്ലല്ലോ, സാമ്പ്രാണിത്തിരി. യെസ്, സാമ്പ്രാണിത്തിരി എന്നല്ലേ പറയാ. അത് എല്ലാം ഇവിടെ കിട്ടും. അതായത് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഇവിടെ ഉണ്ട്. നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോഴത്തേനും എല്ലാ സാധനങ്ങളൊന്നുമായിട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. സത്യം പറഞ്ഞാൽ ആദ്യം ഞാൻ വന്ന സമയത്തുണ്ടല്ലോ, ഞാൻ ഭയങ്കരമായിട്ട് മിസ്ലീഡ് ചെയ്യപ്പെട്ട് ഒരുപാട് സാധനങ്ങൾ കുത്തി നിറച്ചാണ് ഞാൻ കൊണ്ടുവന്നത്. അത് കഴിഞ്ഞാണ് ഇങ്ങനെ കടകൾ ഇവിടെ ഉണ്ടെന്നുള്ളതും ഒക്കെ നമ്മൾ അറിയുന്നത്. അതുകൊണ്ട് നാട്ടിൽ നിന്ന് ആരെങ്കിലും ഇങ്ങോട്ട് വരാനൊക്കെ ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇത്രയും സാധനങ്ങളൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഈ കാണുന്ന സാധനങ്ങളെല്ലാം നമുക്കിവിടെ കിട്ടും. ഞാൻ പറഞ്ഞില്ലേ, കർപ്പൂരം വരെ ഇവിടെ ഉണ്ട്. പക്ഷെ കാണാനൊരു ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ. എന്താ പറയുക, ഒരെണ്ണെടുത്ത് കാണിച്ചു തരാം. നാട്ടിലെ തഴപ്പ വെച്ചുണ്ടാക്കിയേക്കുന്ന ഒരു കൊട്ട പോലത്തെ ഒരു സാധനം. എന്തല്ലേ, നാട്ടിലെ തഴപ്പ വരെ കയറി ഇങ്ങോട്ട് പോന്നു. ഇടിയപ്പത്തിൻ്റെ അച്ച്, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സെയിം സാധനം. അതിൻ്റെ വില കണ്ടോ, 19.99. അതായത് ഏകദേശം നാട്ടിലൊരു 1900, ഏകദേശം ഒരു 2000 പൗണ്ടിനടുത്ത് അത്രയും വരും കേട്ടോ. പിന്നെ ഇതുണ്ട് ഒരു ചെറിയൊരു മൊന്ത പോലത്തെ ഒരു സാധനം. നാട്ടിലൊക്കെ എല്ലാ വീട്ടിലും തന്നെ ഉള്ളതാണ് ഇങ്ങനത്തെ ഒരു മൊന്താന്നല്ലേ നിങ്ങളുടെയൊക്കെ നാട്ടിൽ പറയാം. നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താ പറയണമെന്ന് കമൻറ്റ് ചെയ്യണേ. ഇതുണ്ട് നമ്മുടെ സ്റ്റീൽ ഗ്ലാസും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ഒരു പണ്ടൊക്കെ, ഇപ്പോഴും നാട്ടിലൊക്കെ ഇങ്ങനെ യൂസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ പണ്ടത്തെ കാലത്ത് ഈ ചിരട്ട കൊണ്ടുള്ള തവിയായിരുന്നു മെയിനായിട്ട്. ഇത് നോക്കിക്കേ, ഇവിടെ ഇരിക്കുന്ന ചിരട്ട കൊണ്ടുള്ള തവി. ഇതിൻ്റെ വില ഞാൻ പറയാവേ. ഇതിന് 2.49 കേട്ടോ. ഏകദേശം ഒരു 250 രൂപയോളം വില വരും ഇതിന്. ഇതുണ്ടോ, നല്ല ഏത്തപ്പഴം ഇവിടെ ഇരിപ്പുണ്ട്.
ഇപ്പം ഇത് എനിക്ക് തോന്നുന്നു ഇവിടെ സ്റ്റോക്ക് വന്നതേ ഉള്ളൂ എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഭയങ്കരമായിട്ട് പഴുത്തതല്ല, കുറച്ച് ചെറുതായിട്ട് പച്ചയാണ് കേട്ടോ ഇത്. ഇതുണ്ട് നമ്മുടെ കടല, എന്താ പറയുക, നിലക്കടല എന്നല്ലേ പറയാ. അതും ഇവിടെ ഉണ്ട്. ഇതുണ്ടോ ഗൈസ്, നല്ല മുഴുവൻ തേങ്ങ ഇരിക്കുന്നത്. ഇത് ഞങ്ങൾ സാധാരണ മുഴുവൻ തേങ്ങ കേട്ടോ വാങ്ങുന്നത്. ആദ്യമൊക്കെ ഫ്രോസൺ തേങ്ങയായിരുന്നു വാങ്ങിക്കൊണ്ടിരുന്നത്. പിന്നെയാണ് മനസ്സിലായത് മുഴുവൻ തേങ്ങ വാങ്ങി ചിരവുവാണെങ്കിൽ നമുക്ക് അതായിരിക്കും കുറച്ചും കൂടെ ലാഭം. അപ്പോൾ എനിക്കിപ്പം കുറച്ച് തേങ്ങ ആവശ്യമുണ്ട്. ഞാൻ 3 തേങ്ങ എടുക്കുന്നുണ്ട് കേട്ടോ. തേങ്ങയുടെ വില അതിനകത്ത് കൊടുത്തിട്ടില്ല, അത് നമ്മൾ ബില്ല് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. പിന്നെ ഇതാണ്ടെ കൊച്ചുള്ളി കണ്ടോ, നല്ല കൊച്ചുള്ളിയാണ് കേട്ടോ, നല്ല ഫ്രഷ് കൊച്ചുള്ളിയാണ് വന്നേക്കുന്നത്. കൊച്ചുള്ളി കുറച്ച് വാങ്ങാനുണ്ട് എന്തായാലും എനിക്ക്. ഉള്ളി നമ്മളെടുത്തിട്ടുണ്ട്, അതും നമുക്ക്. ഇപ്പം ഞാൻ അച്ചാറിൻ്റെ സെഷനിലേക്ക് കേട്ടോ വരുന്നത്. ഇത് മുഴുവനും അച്ചാറാണ്. എന്ത് ടൈപ്പ് അച്ചാർ, എന്തിൻ്റെ അച്ചാർ വേണമെന്ന് ചോദിച്ചാൽ മതി, എല്ലാ ടൈപ്പ് ഓഫ് അച്ചാറും ഇവിടെ അവൈലബിൾ ആണ്. അതായത് ഈന്തപ്പഴം അച്ചാർ ഞാൻ തിരിച്ച് കാണിച്ചു തരാം, അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഇത് കണ്ടോ, കണ്ണിമാങ്ങ അച്ചാർ, ഈന്തപ്പഴം അച്ചാർ, വെള്ളനാരങ്ങ അച്ചാർ, അതൊക്കെയാണിത്. പിന്നെ ചെമ്മീൻ അച്ചാർ, ഉണക്കമാങ്ങ അച്ചാർ, മീൻ അച്ചാർ. ഇതെല്ലാം നമ്മുടെ നാട്ടിലെ ബ്രാൻഡിൻ്റെയാണ് കേട്ടോ. കേരള ടേസ്റ്റ്. ജാതിക്ക അച്ചാർ, ഇതാണ്ടിരിക്കുന്നു ജാതിക്ക അച്ചാർ, പാവയ്ക്ക അച്ചാർ, ഇഞ്ചി അച്ചാർ, തക്കാളി അച്ചാർ വരെ എല്ലാ ടൈപ്പ് ഓഫ് അച്ചാറുകളും ഇവിടെ അവൈലബിൾ ആണ്. ഇതുണ്ട് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സോപ്പുകളായിരിക്കുന്നത് കേട്ടോ. ലൈഫ് ബോയ് ഉണ്ടോ, ലൈഫ് ബോയും ഒക്കെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സോപ്പല്ലേ ഇത്. പിന്നെ ലക്സ്, അങ്ങനെ പല സോപ്പുകളും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അതേ സോപ്പുകളെല്ലാം ഇവിടെ തന്നെയുണ്ട്. മെഡിമിക്സ് ഉണ്ടായിരുന്നു. ഞങ്ങൾ സാധാരണ മെഡിമിക്സാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത് കേട്ടോ, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ലക്സൊക്കെ. ഇത് കണ്ടോ, നമ്മൾ മറ്റേ ദീപാവലിക്കൊക്കെ തിരി കൊളുത്തി വെക്കത്തില്ലേ, അതിന് പറയുന്ന ചിരാതെന്നല്ലേ അതിന് പറയാ, അത് വരെ അതും ഇവിടെ ഇരിപ്പുണ്ട്. പച്ചക്കറിയുടെ സെക്ഷനിലേക്ക് പോകുമ്പോഴത്തേനും ഇത് കണ്ടോ, ഇതെന്താ പറയാമോ, നമ്മുടെ നാട്ടിലെ മുരിങ്ങയിലയാണ്. പിന്നെ ഇത് നാട്ടിലെ പച്ചച്ചീര വന്ന് ഇരിപ്പുണ്ട്. പിന്നെ പച്ചച്ചീര, അതുപോലെ തന്നെ ചുവന്ന ചീര, വെള്ളരിക്ക, വഴുതനങ്ങയൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. വഴുതനങ്ങയൊക്കെ പല ടൈപ്പ് ഓഫ് വഴുതനങ്ങ ഇരിപ്പുണ്ട്. ഇവിടെ ഇരിക്കുന്നത് നമ്മുടെ പാവയ്ക്ക. പിന്നെ ഉണ്ടമുളകില്ലേ, വലിയ ഉണ്ടമുളക്, വലുതോ, കോവയ്ക്ക് ഇരിക്കുന്നു. പിന്നെ അങ്ങനെ കായ അങ്ങേയറ്റത്തിരിക്കുന്നുണ്ടോ, മുരിങ്ങക്കായ ഇരിപ്പുണ്ട്. ആർക്കെങ്കിലും മഞ്ഞൾ, ഒറിജിനൽ മഞ്ഞൾ വേണമെങ്കിൽ ഇത് കണ്ടോ ഗൈസ്, നമ്മുടെ നാട്ടിലെ കർപ്പൂരമാണ് കേട്ടോ. കർപ്പൂരം വരെ ഇവിടെ ഇരിപ്പുണ്ട്. അതായത് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ നമുക്കിവിടെ കിട്ടും. കുറച്ച് മധുരം കഴിക്കണം, നാട്ടിലെ ലഡു ഒക്കെ മിസ് ചെയ്യുന്ന ആൾക്കാർക്ക് താണ്ടിരിക്കുന്നു ലഡു, പിന്നെ ഗുലാബ് ജാമുൻ, അങ്ങനെ പല ടൈപ്പ് ഓഫ് ലഡൂസ് ഉണ്ട് കേട്ടോ. മറ്റേ കളറിൻ്റെ ഒക്കെ ഇരിപ്പുണ്ട്. ഇതായിരിക്കുന്ന ജിലേബി, അങ്ങനെയെല്ലാം ഇരിപ്പുണ്ട്. ഒരാൾ ഇതാണ്ടിരിക്കുന്നത്. ഇതെന്താണെന്നറിയാമോ, നമ്മുടെ മുളക് ബജി ഉണ്ടാക്കുന്ന മുളകാണ് ഇരിക്കുന്നത്. ഇതുണ്ട് ദോശയുടെ ബാറ്ററും എല്ലാം ഇരിപ്പുണ്ട് ഇവിടെ കേട്ടോ. ഞങ്ങൾ സാധാരണ നേരത്തെ ഞങ്ങൾ വന്ന സമയത്തൊക്കെ ഈ ദോശയുടെ ബാറ്ററായിരുന്നു വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ പിന്നെ ദോശയ്ക്ക് മാവൊക്കെ കുറച്ച് വെച്ചിട്ടൊക്കെയാണ് ഉപയോഗിക്കുക. ടേസ്റ്റി നിബിൾസിൻ്റെ കുറേ വിനാഗിരി, പിന്നെ അജ്മിയുടെ ഉണ്ട്, അജ്മി ബ്രാൻഡിൻ്റെ വിനാഗിരി കേട്ടോ ഇരിക്കുന്നതെല്ലാം. എൻ്റെ ബാക്കിൽ ഈ കാണുന്നതെല്ലാം നമ്മുടെ നാട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടൈപ്പ് ഓഫ് പാത്രങ്ങളാണേ. കാണാൻ പറ്റുന്നുണ്ടോ? ഈ മേളിൽ കാണുന്നതെല്ലാം നമ്മുടെ നാട്ടിൽ നമ്മൾ കറി വെക്കാനും അല്ലെങ്കിലൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് ഓഫ് പാത്രങ്ങളാണ്. ഇത് കണ്ടോ, മിക്സി ഒന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. നാട്ടിൽ നിന്ന് വരുമ്പോഴത്തേനും മിക്സി എല്ലാം ഇവിടെ കിട്ടും. പിന്നെ വേറെ എന്തോന്നാ, ഇത് കണ്ടോ, ഇഡലി പാത്രമാണ് ഇരിക്കുന്നത്. കാണുന്നുണ്ടോ എന്നറിയത്തില്ല. ഇത് ഇഡലി പാത്രമാണ്. ഇതൊന്നും നാട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ട ഒരാവശ്യമില്ല. പുട്ടുകുറ്റിയൊന്നും ഇല്ല, സോറി, ഇഡലി പാത്രം ഇത്. പിന്നെ പുട്ടുകുറ്റിയൊക്കെ ഇരിപ്പുണ്ട്. പുട്ടുകുറ്റി കാണിച്ചു തരാം. പുട്ടുകുറ്റി ഇതായിരിക്കുന്നു പുട്ടുകുറ്റി. ഇനി വേറൊരു സാധനം കാണിച്ചു തരട്ടെ. നമ്മുടെ നാട്ടിലെ മുറം. എനിക്കത് എടുത്ത് കാണിക്കാൻ പറ്റുന്നില്ല, ഞാനതിനെ ഇങ്ങനെ കാണിക്കാം. മുറം വരെ ഇവിടെ കിട്ടും. ഇതിൻ്റെ വില ഞാൻ നോക്കട്ടെ, ഇതിൻ്റെ വില എത്രയാണേ. ഇല്ല, ഇതിൻ്റെ വില ഇതിനകത്ത് എഴുതിയിട്ടില്ല കേട്ടോ. വേറൊരു സാധനം കാണിച്ചു തരട്ടെ.
ഞങ്ങൾ പണ്ട് നാട്ടിൽ നിന്ന് ആദ്യമായിട്ട് വന്ന സമയത്തുണ്ടല്ലോ കുറേ കറി ലീവ്സ് ഉണക്കി ഒരു പാത്രത്തിലാക്കി നമ്മളത് ഇവിടെ കൊണ്ടുവന്ന് ഫ്രീസറിൽ വെച്ച് അടച്ചു വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ ഫ്രഷ് കറി ലീവ്സ് ഇവിടെ കിട്ടും. എന്തിനാണ് വെറുതെ നാട്ടിൽ നിന്ന് ഇതെല്ലാം എടുത്തുകൊണ്ട് വരുന്നത്? അതിൻ്റെ ഒരു ആവശ്യമില്ല. നമുക്ക് എല്ലാം ഫ്രഷ് ഇവിടെ സാധനം കിട്ടും. കണ്ടോ നല്ല മണമാണ് ഈ കറി ലീവ്സിന്. നമ്മുടെ മേളിൽ അവിടെ മരത്തിൽ നിന്ന് പൊട്ടിച്ചെടുത്ത പോലെ ഉണ്ട് ഇത്. സോറി, ആളുകൾ വരുന്ന ടൈസ് നമുക്ക് മാറിക്കൊടുക്കണം. നമ്മൾ വെള്ളരിക്ക എടുക്കുന്നുണ്ട്. ചെറുതാണിത്, പക്ഷെ ഈ ഒരെണ്ണം മതി നമുക്ക്. വെള്ളരിക്കയും മാങ്ങയൊക്കെ ഞാൻ കറി വെക്കാറുണ്ട്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇതെടുക്കാം. പിന്നെ കുറച്ച് കോവയ്ക്ക് എടുക്കണം. ഇതാ നമ്മുടെ പാർലേജി ബിസ്ക്കറ്റ്. ചില സമയത്ത് ഞങ്ങൾ ഇതെടുക്കാറുണ്ട് കേട്ടോ, ഒരു നൊസ്റ്റാൾജിക്ക് വേണ്ടിയിട്ട്. ഇന്ന് നമുക്കിതെടുക്കാം. ഇതുണ്ടോ ഗൈസ് നമ്മുടെ നാട്ടിലെ കുമ്പിളപ്പം. ഇത് എന്താന്ന് നോക്കട്ടെ. ഇത് ജാക്ക് ഫ്രൂട്ടിൻ്റെ കുമ്പിളപ്പം. അതായത് ചക്കാപ്പം, ചക്കയുടെ വരെ ഇവിടെ കിട്ടും എന്നുള്ളതാണ്. നെയ്യപ്പം കഴിക്കാൻ ഒരു ചെറിയ ഒരു നൊസ്റ്റാൾജി തോന്നുന്നു. എന്നാൽ പിന്നെ അത് കഴിക്കാം. തൽക്കാലം നമുക്ക് എന്നിട്ട് ഇതൊന്ന് അടയ്ക്കാം. ഇനി കുറച്ച് ശക്തി വേണം, കുറച്ചൊന്ന് പുഷ്ടിപ്പെടണം എന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് ബൂസ്റ്റ്, ഹോർലിക്സ്, ബോൺവിറ്റ അങ്ങനെയുള്ള സംഭവ സാമഗ്രികളെല്ലാം ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഇത് ഫുള്ളും നമ്മുടെ കടല അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. ഇതുണ്ടോ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഇത് റോസ്റ്റഡ് ആണ് ശരിക്കും പറഞ്ഞാൽ, റോസ്റ്റഡ് ഗ്രാം സോൾട്ടഡ്. ഇതൊരെണ്ണം എടുക്കാം. ഇതിന് വരുന്ന പൗണ്ട് കണ്ടോ, 1 പൗണ്ടും 49 പെൻസുമാണ്. ഏകദേശം നമ്മുടെ നാട്ടിലെ ഒരു 150 രൂപയോളം വരും കേട്ടോ. കണ്ടോ എല്ലാ ടൈപ്പ് സാധനങ്ങളും ഇവിടെ കിട്ടും. ചോളത്തിൻ്റെ ഇത് വേണമെങ്കിൽ അതുണ്ട്. പയർ, പരിപ്പ്, ചെറുപയറൊക്കെ ഇരിക്കുന്നുണ്ടോ, ചെറുപയറുണ്ട്. അങ്ങനെ കുറേ എല്ലാ ടൈപ്പ് ഓഫ് സാധനങ്ങളും നമുക്കിവിടെ കിട്ടുന്നു. ഈ പലഹാരത്തിൻ്റെ ഒരു സെക്ഷൻ കണ്ടോ ഗായ്സ്. ഇത് മുഴുവനും നമുക്ക് നാട്ടിൽ കിട്ടുന്ന ടൈപ്പ് ഓഫ് പലഹാരങ്ങളാണ്. അതിൽ നിന്ന് ഞാൻ കുറച്ചെടുത്തു. എന്തായാലും പക്കാവടയൊക്കെ ഞാൻ എടുത്തു. ചിപ്സും കാര്യങ്ങളെല്ലാം ഞാൻ എടുത്തു. താങ്ക് യു ബൈ. അങ്ങനെ നമ്മുടെ പേയ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് നമുക്ക് ഇറങ്ങാൻ ഗൈസ്. നമുക്ക് തൽക്കാലം ഈ വഴി ഇറങ്ങാം. ഹേ ഗായ്സ്, അപ്പോൾ നമ്മൾ പർച്ചേസിങ് എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. ഇപ്പം ഞാൻ കഴിക്കുന്നത് പക്കോടയാണ് കേട്ടോ. ഇത് ആക്ച്വലി ഞാൻ വണ്ടിയിൽ വെച്ച് തന്നെ പൊട്ടിച്ചു. എനിക്ക് വിശന്നിട്ടായിരുന്നു, അങ്ങനെ ഞാൻ വണ്ടിയിൽ വെച്ച് തന്നെ പൊട്ടിച്ചു. ഇതിപ്പോൾ ഏകദേശം പകുതിയായിട്ടുണ്ട്. യെസ്. അപ്പോൾ ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഒരു 2 പൗണ്ട് 99 പെൻസ് ആണ് കേട്ടോ. അത് ഏകദേശം നാട്ടിലൊരു 300 രൂപയോളം വരുവേ. അതുപോലെ തന്നെ ഇരിക്കുന്നതാണ് നമ്മൾ വാങ്ങിക്കൂട്ടിയ സാധനങ്ങളാണ് ഇരിക്കുന്നതൊക്കെ. ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഒരാഴ്ചത്തെ ഷോപ്പിംഗ് ആണ് കേട്ടോ. പക്ഷേ കഴിഞ്ഞ ആഴ്ച വാങ്ങിയ സാധനങ്ങൾ കുറച്ച് ഇവിടെ ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് സാധനങ്ങളെ വാങ്ങുള്ളൂ ഇപ്രാവശ്യമേ. അപ്പോൾ ഞാൻ എല്ലാത്തിൻ്റെയും വില ഓരോന്ന് എടുത്ത് പറയുന്നില്ല. ഞാൻ ടോട്ടൽ ഞങ്ങൾക്ക് എത്രയായി എന്നുള്ളത് ഞാൻ പറയാവേ. ഇത് ശരിക്കും പറഞ്ഞാൽ 31 പൗണ്ടും 77 പെൻസും ആയിട്ടുണ്ട് ടോട്ടൽ. ഏകദേശം നാട്ടിലെ ഒരു 3200 രൂപയോളം റൗണ്ട് ചെയ്യുമ്പോഴത്തേനും വരും കേട്ടോ. നോർത്ത് ഇന്ത്യൻസ് ഒക്കെ നടത്തുന്ന ചെറിയ കടകൾ ഉണ്ട് കേട്ടോ. അവിടെയും ഈ സാധനങ്ങളെല്ലാം നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇവർക്ക് നമ്മൾ അവിടെ ചെന്ന് വാങ്ങാതെ നമുക്ക് ഇവർക്ക് ഡോർ സ്റ്റെപ്പ് ഡെലിവറിയും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവർ ഡെലിവറി ചെയ്യുന്നത് ഈ ഐറ്റംസ് എല്ലാം, ഗ്രോസറി ഐറ്റംസും എല്ലാം ഡെലിവറി ചെയ്യും. അതുപോലെ തന്നെ അവർക്ക് ഫിഷിൻ്റെ ഉണ്ട്, ഫിഷ്, മീറ്റ്, പലതരം മീറ്റ് ഉണ്ട് ഇവിടെ. പലതരം മീറ്റ് അവർ ഇപ്പോൾ അതിൻ്റെ പേരെന്നായിരുന്നു ചേട്ടാ? വൈൽഡ് ബോർ. ഒരു പ്രാവശ്യം ഞങ്ങൾ അത് വാങ്ങിയായിരുന്നു കേട്ടോ. വൈൽഡ് ബോർ വാങ്ങി വെക്കുകയൊക്കെ ചെയ്തു. നല്ലതായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ആരെങ്കിലുമൊക്കെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാനിരിക്കുന്നവർ ഇത് എന്താ എല്ലാ സാധനങ്ങളും ഒന്നും എടുത്തുകൊണ്ട് വരേണ്ട ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ ഒന്നും കൊണ്ടുവരണ്ട, നിങ്ങളുടെ ഡ്രസ്സ് മാത്രം മതി എന്ന് ഞാൻ പറയത്തുള്ളൂ. പിന്നെ എന്തെങ്കിലുമൊക്കെ അല്ലറ ചില്ലറ വേറെ കാര്യങ്ങളൊക്കെ എടുക്കുക. അല്ലാതെ സോപ്പ് ഞാൻ കാണിച്ചു തന്നില്ല, ലൈഫ് ബോയ് സോപ്പ് ഞങ്ങൾ വാങ്ങുന്നത് മെഡിമിക്സും ഹിമാലയ അങ്ങനെയുള്ള സോപ്പുകളാട്ടോ നമ്മൾ വാങ്ങുന്നത്. പക്ഷെ ഈ പ്രാവശ്യം അത് അവിടെ ഇല്ലായിരുന്നു, അതുകൊണ്ട് എടുക്കാമായിരുന്നു. സോപ്പ് മുതൽ ഞാൻ പറഞ്ഞില്ല, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അവിടെ ഉണ്ട്. ഈവൻ തിരി, മറ്റേ വിളക്ക്, ചിരാത്, ഇതൊക്കെ കണ്ടില്ലായിരുന്നു, അതെല്ലാം അവിടെ ഉണ്ട്. ഇതൊന്നും നമ്മൾ ഒരു സാധനം നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ബാക്കി ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാവേ. ബൈ ബൈ.